പാലയായിരുന്നു മാണിസാർ, മാണിസാറായിരുന്നു പാല. മാണിസാറില്ലാതെ എന്തു പാല? ഇതായിരുന്നു പാലയുടെ ടാഗ് ലൈൻ. വർഷങ്ങളോളം പാലക്കാർ മാണിസാറിനെ ജയിപ്പിച്ച് നിയമസഭയിൽ അയച്ചു. പക്ഷെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരുന്നു. മാണിസാറിൻ്റെ ഭൂരിപക്ഷം ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും കുറഞ്ഞുകൊണ്ടേയിരുന്നു. മാണിസാറിൻ്റെ മരണശേഷം മകൻ ജോസ് കെ മാണിയെ പാല കൈവിട്ടു. മറ്റൊരു മാണിയെ, മാണി സി കാപ്പനെ, ഉപതെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച് പാലക്കാർ നിയമസഭയിലേക്ക് അയച്ചു. ഒരു മാണിയെപ്പോലെ മറ്റൊരു മാണി മതിയെന്ന് പാലക്കാർ തീരുമാനിച്ചു. ഇക്കുറി പാലയിൽ ത്രികോണ മത്സരമാവും നടക്കുക. UDF സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പനും LDFിന് വേണ്ടി ജോസ് കെ മാണിയും പോരാട്ടത്തിനിറങ്ങും. BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് കൂടി എത്തുമ്പോൾ പാലയിൽ മത്സരം പൊടിപാറും. 1970 മുതൽ ഇങ്ങോട്ട് KM മാണിയുടെ കുത്തകയായിരുന്നു പാല. മാണിസാറിൻ്റെ മരണത്തിന് പിന്നാലെയാണ് പാലയുമായുള്ള ഈ പൊക്കിൾക്കൊടി ബന്ധം കേരള കോൺഗ്രസിന് നഷ്ടമായത്. മാണിസാർ പോയതോടെ കേരള കോൺഗ്രസിനെ പാലക്കാർ കൈവിട്ടു. 2019 പാല ഉപതെരഞ്ഞെടുപ്പ് ഫലം അമ്പരപ്പിക്കുന്നതായിരുന്നു. 3 തവണ തുടർച്ചയായി KM മാണിയോട് തോറ്റ NCP-കാരനും സർവോപരി സിനിമാക്കാരനുമായ മാണി സി കാപ്പനെ പാലക്കാർ തികച്ചും സിനിമാറ്റിക്കായി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു. 1.5 വർഷത്തിന് ശേഷം 2021 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ KM മാണിയുടെ പാർട്ടി LDFിലെത്തി. സിറ്റിംഗ് MLA മാണി സി കാപ്പന് പകരം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പാലയിൽ ഇറക്കിയത് ഇടതുപക്ഷത്തിൻ്റെ വർഗശത്രു മാണിസാറിൻ്റെ മകൻ ജോസ് കെ മാണിയും. പ്രതിഷേധിച്ച് NCP വിട്ട മാണി സി കാപ്പനെ UDF ഏറ്റെടുത്തു. UDF ജോസിനെതിരെ പാലയിൽ മാണി സി കാപ്പനെ സ്ഥാനാർത്ഥിയാക്കി. കേരളം മുഴുവൻ ഇടതു തരംഗം ഉണ്ടായിട്ടും മാണിസാറിൻ്റെ മകനെ വീണ്ടും പാല കൈവിട്ടു. ജോസ് കെ മാണി 15,378 വോട്ടിന് പരാജയപ്പെട്ടു. മാണി സി കാപ്പൻ വീണ്ടും വിജയിച്ചു. പാല തിരിച്ചുപിടിക്കാൻ 18 ഇടവും ഇക്കുറി ജോസ് കെ മാണി പയറ്റും. നിലനിർത്താൻ മാണി സി കാപ്പനും. പാലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഭാവി ശോഭനമാക്കാൻ ഷോൺ ജോർജും ശ്രമിക്കും. ക്രിസ്ത്യൻ വോട്ടുകളിൽ കൂടി കണ്ണുവച്ചാണ് ഷോണിനെ BJP പാലയിൽ ഇറക്കുന്നത്. ഷോൺ പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ നിർണായകവുമാകും.